ട്രംപ് يحذر حماس من عواقب وخيمة إذا لم تنزع سلاحها ويؤكد التزام إسرائيل بخطة غزة. നിരായുധരായില്ലെങ്കിൽ ഗുരുതര പ്രത്യാഘാതങ്ങളുണ്ടാകുമെന്ന് ട്രംപ് ഹമാസിനെ വാൺ ചെയ്തു. ويؤكد التزام إسرائيل بخطة غزة. ഗസ പ്ലാനിങ്ങിൽ ഇസ്രയേലിന് കമ്മിറ്റ്മെൻ്റ് ഉണ്ട്, പ്രതിബദ്ധതയുണ്ട് എന്ന് അദ്ദേഹം ഊന്നിപ്പറയുകയും ചെയ്തു. ഇതാണ് ഇതിൻ്റെ ആശയം. ഇത് നമുക്ക് ഓരോ വാക്കുകൾ നോക്കാം. ട്രംപ് യുഹദ്ദിർ, അദ്ദേഹം വാൺ ചെയ്തു. യുഹദ്ദിറു എന്ന് പറഞ്ഞാൽ ഹദ്ദറിൻ്റെ അർത്ഥം ഹെഡ്ലൈനുള്ള മുളാരിയായ ഫീലിന് മാതിൻ്റെ അർത്ഥമാണല്ലോ. അദ്ദേഹം വാൺ ചെയ്തു, മുന്നറിയിപ്പ് നൽകി. എന്താണ് മുന്നറിയിപ്പ് നൽകിയത്? ആർക്കാണ് മുന്നറിയിപ്പ് നൽകിയത്? ഹമാസിന്. എന്ത്? മിൻ അവാഖിബ വഖീമ. അവാഖിബ വഖീമ എന്ന് പറഞ്ഞാൽ സീരിയസ് കോൺസിക്യൂഷൻ എന്ന് പറയും, ഗുരുതര പ്രത്യാഘാതം. ആഖിബത്ത് എന്നുള്ളതിൻ്റെ ജമാണ് അവാഖിബ്, അന്ത്യം, അവസാനം. വഖീമ പറഞ്ഞാൽ വളരെ മോശമായ, മുദിറായ, ഫാദിഹായ എന്നൊക്കെ പറയും. വളരെ മോശമായ, പ്രയാസകരമായ അന്ത്യമായിരിക്കും ഉണ്ടാവുക എന്നാണ് ഹമാസിനെ ട്രംപ് മുന്നറിയിപ്പ് നൽകിയത്. എപ്പോഴ്? ഇദാലം തൻസ സിലാഹഹ, നിരായുധീകരണം സാധ്യമാക്കൽ. നസ എന്ന് പറഞ്ഞാൽ ഊരി എന്ന് പറയും, പഴയ അർത്ഥം. അപ്പോൾ ആയുധങ്ങൾ ഊരി വെച്ചില്ലെങ്കിൽ, അത് ഒഴിവാക്കിയില്ലെങ്കിൽ, അഥവാ നിരായുധരായില്ലെങ്കിൽ വലിയ വില കൊടുക്കേണ്ടി വരും എന്നാണ് ട്രംപ് മുന്നറിയിപ്പ് നൽകുന്നത്. വയുഅക്കിദു, അദ്ദേഹം ശക്തിയായി പറഞ്ഞു, അതായത് ഊന്നിപ്പറഞ്ഞു. എന്ത്? ഇൽത്തിസാം ഇസ്രായേൽ ബിഖുത്തത്ത് ഗസ. ഗസ പ്ലാനിങ്ങിൽ ഇസ്രായേലിന് കമ്മിറ്റ്മെൻ്റ് ഉണ്ട്.